നമസ്കാരം, എല്ലാവർക്കും ഹിച്ചക്കിമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലൊക്കെ മെയിനായിട്ട് വേണ്ട ഒരു മെഡിക്കൽ കിറ്റാണ് ഈ റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് നോർമലി യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ചെറിയൊരു സിംറ്റംസ് ഒക്കെ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു പനി, നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു നമ്മൾക്ക് കൊറോണ ഉണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നവർ നേരെ പോകുന്നത് PCR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ PCR ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 10 BD 15 BD 20 BD അങ്ങനെ പല ചാർജാണ്. നാട്ടിലാണെങ്കിലും ഫ്രീ ആണ്, ചിലയിടത്ത് ചാർജ് ഉണ്ട്, അങ്ങനെ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ പല കമ്പനികൾ, ബഹറിനാണെങ്കിൽ പോലും പല കമ്പനിയിലൊക്കെ വീക്കിലി ഒരു തവണയെങ്കിലും റാപ്പിഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതുമാത്രമല്ല, തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും പോയി PCR ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലൊരു മെഡിക്കൽ കിറ്റ് പോലെ റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വെക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഓഫ് കോഴ്സ് അത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളിന്ന് പോകുന്നത് മെഡിലീസ് ഹോസ്പിറ്റലിൻ്റെ ഹിന്ദ് ബ്രാഞ്ചിലുള്ള ഹോസ്പിറ്റലാണ്, മെഡിക്കൽ ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടുത്തെ നേഴ്സുമാർ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു റാപ്പിഡ് ടെസ്റ്റ് വീട്ടിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുക, നിങ്ങൾ നല്ല രീതിയിൽ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഈ വീഡിയോ മാക്സിമം ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ നഴ്സുമാർ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരിച്ചു തരാം. സിസ്റ്റർ, ആദ്യമേ തന്നെ ഈ റാപ്പിഡ് കിറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? ഒരു എക്സ്ട്രാക്ഷൻ ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിൽ ഓൾറെഡി ഒരു ബഫർ സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ടെസ്റ്റ് ഡിവൈസ് ഉണ്ടാകും. പിന്നെ സ്വാബ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റാപ്പിഡ് കിറ്റിനകത്ത് വരുന്നത് അല്ലേ? കിറ്റിലുണ്ടാവും. ഇനി ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ, ഇപ്പം ഞാൻ ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓൾറെഡി സൊല്യൂഷൻ ഉണ്ട്, അത് സ്റ്റാൻഡിൽ വെച്ചു. ഞാൻ സ്വാബ് എടുക്കാനായിട്ട് പോകണം. റൊട്ടേഷനിലാണ് നമ്മൾ സ്വാബ് എടുക്കുന്നത്. സ്വാബ് എടുത്തു കഴിഞ്ഞ് ഇതിൽ ഡിപ്പ് ചെയ്യാണ്. ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഇതിലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ സ്റ്റിക്ക് ഇവിടെ വെച്ച് ഒടിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ട് ഈ ക്യാപ്പ് വെച്ച് അടയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ടിത് ഇവിടെ വെച്ചു. വെച്ചു. എന്നിട്ട് ഈ ക്യാപ്പിന് താഴെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് തുറന്ന് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് ഒരു 5 ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം സിയും ടിയും കാണുന്നുണ്ടാവും. ഈ സി ആണ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്. ഇൻ കേസ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഈ ടിയുടെ അവിടെ ഒരു ലൈൻ ഇവിടെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ 2 ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് റിസൾട്ട്. ഇൻ കേസ് ഇപ്പം ഈ ലൈൻ ഇവിടെ ഈ ടിയുടെ അവിടെ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ടെസ്റ്റ് വാലിഡ് അല്ല. അങ്ങനെയെങ്കിൽ ഈ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാർമസിയിൽ നിന്ന് കിറ്റ് വാങ്ങിയാൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻ കേസ് പോസിറ്റീവ് കാണിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും PCR ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് ഏറ്റവും കൺഫേം ആയിട്ടുള്ള ടെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഈ റാപ്പിഡ് കിറ്റ് ടെസ്റ്റ് കാണിച്ചു തന്ന സിസ്റ്റേഴ്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
അപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വെച്ച് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നുള്ള ആ ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നഴ്സുമാർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾ ഈ സെയിം പ്രോസസ്സ് തന്നെ ഈ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്യുക വീട്ടിലാണെങ്കിൽ പോലും. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവർക്കുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഒരു ട്രയൽ കാണിച്ചു തന്ന നഴ്സുമാരുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതേപോലെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് എല്ലാവരോടുള്ള പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരുപാട് വ്യത്യസ്ത വീഡിയോകളും പുതുമയുള്ള കാഴ്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബഹറിൽ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഒരുപാട് നമുക്കറിയാമല്ലോ പാർഷ്യൽ ലോക്ക്ഡൗൺ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പലയിടത്തും ട്രാവൽ ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. തന്നെയല്ല ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഈ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ കോവിഡ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് റീസെൻ്റ്ലി കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർഷ്യൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വ്യത്യസ്ത വീഡിയോകളൊക്കെ വരാനുണ്ട്. ആ വീഡിയോകൾ പുതുമയുള്ള കാഴ്ചകളുമായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ഏവർക്കും ഹിച്ചാക്കി മല്ലുവിൻ്റെ സ്റ്റേ സേഫ്. ബൈ.